വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമ്മൾ തനി നാടൻ രീതിയിലൊരു മീൻ വെട്ടിച്ചതാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാം. ലഞ്ചിന് ഇത് മാത്രം മതിയാകും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/4 കിലോ കൗപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിൽ ഇതിന് കൗപ്പാന്നാണ് ഈ ഒരു മീനിന് പറയാറ്. നിങ്ങളെവിടെ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഒരു വലിയൊരു തക്കാളി അരിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് തരികളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു മൺചട്ടി എടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ നല്ല മൂത്തിട്ടുള്ള നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു വലിയൊരു ഉള്ളി നമുക്ക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പുളിയും ഉണ്ട്, ഒരു അത്യാവശ്യം നല്ല മൂപ്പത്തിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാങ്ങ കയ്യിലില്ലെങ്കിൽ പുളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ ചേർക്കുമ്പോഴാണ് കൂടുതൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഒരു മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ, എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരണം. അതുവരെ 1-2 സെക്കൻഡോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിള വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിളക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ആദ്യം കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മീനായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ ഈ ഒരു മീന് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പതുക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു വെളുത്തുള്ളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മളിതിലോട്ടേക്ക് നല്ല തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടുതൽ വേവിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ കൗപ്പ മീൻ വെട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോയോട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.